നമസ്കാരം. ഇന്ത്യക്കെതിരെ അടുത്ത മാസം തുടങ്ങാനിരിക്കുന്ന ഏകദിന T20 പരമ്പരകൾക്കും ICC ചാമ്പ്യൻസ് ട്രോഫിക്കുമുള്ള ടീമുകളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇംഗ്ലണ്ട്. വെടിക്കെട്ട് ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ ജോസ് ബട്ട്ലറാണ് മുന്നിൽ നിന്ന് ഇംഗ്ലീഷ് ടീമിനെ നയിക്കുക. ഇതോടെ വരാനിരിക്കുന്ന ഏകദിന പരമ്പരയിൽ ഇന്ത്യൻ ടീം എങ്ങനെയാകുമെന്ന് ആരാധകർ ഉറ്റുനോക്കുകയാണ്. ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയ്ക്ക് പിന്നാലെ ഏകദിന ഫോർമാറ്റിലുള്ള ചാമ്പ്യൻസ് ട്രോഫി കൂടി വരാനിരിക്കുന്നതിനാൽ തന്നെ ഇതുകൂടി മുന്നിൽ കണ്ടുള്ള സ്ക്വാഡിനെയാകും ഇന്ത്യ തിരഞ്ഞെടുക്കുക. ചാമ്പ്യൻസ് ട്രോഫിക്കായി അയക്കുന്ന അതേ ടീമിനെയാകും ഇംഗ്ലണ്ടിനെതിരെയും ഇന്ത്യ പരീക്ഷിക്കും. കാര്യമായ സർപ്രൈസുകൾക്കൊന്നും ഇന്ത്യ മുതിരാനുമിടയില്ല. ഫെബ്രുവരി 6-ന് തുടങ്ങുന്ന 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിൽ ഇന്ത്യൻ ടീം എങ്ങനെയാകുമെന്ന് നോക്കാം. യുവ ഓപ്പണറും ഇന്ത്യയുടെ ബാറ്റിംഗ് സെൻസേഷനുമായ യശസ്വി ജയ്സ്വാളിന്റെ ടീമിലേക്ക് വിളിയെത്തുമെന്നാണ് ഏകദിന പരമ്പരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. T20, ടെസ്റ്റ് എന്നിവയിൽ കളിച്ചു കഴിഞ്ഞ് അദ്ദേഹം ഏകദിനത്തിൽ ഇനിയും അരങ്ങേറിയിട്ടില്ല. എന്നാൽ ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയിൽ ജയ്സ്വാളിന് ഇതിനുള്ള അവസരം ലഭിക്കുമെന്നാണ് അറിയുന്നത്. ബാക്കപ്പ് ഓപ്പണറായിട്ടായിരിക്കും താരം ടീമിലെത്തുക. നിലവിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലുമാണ് ഏകദിനത്തിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണിംഗ് ജോഡികൾ. അതുകൊണ്ട് തന്നെ ജയ്സ്വാളിനെ കളിപ്പിക്കേണ്ടി വന്നാൽ ഇവരിൽ ഒരാൾക്ക് ബാറ്റിംഗിൽ താഴേക്ക് ഇറങ്ങേണ്ടതായി വരും. എന്നാൽ ചാമ്പ്യൻസ് ട്രോഫി അടുത്തെത്തി നിൽക്കെ ഇത്തരമൊരു നീക്കത്തിന് ഇന്ത്യ തുനിയാനിടയില്ല. നിലവിൽ ഇന്ത്യൻ ടീമിന്റെ ഭാഗമല്ലാത്ത മധ്യനിര ബാറ്റർ ശ്രേയസ് അയ്യരെ ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയിൽ ഇന്ത്യ തീർച്ചയായും തിരികെ വിളിക്കുന്നതാണ്. ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈക്കായി തകർപ്പൻ പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിരാട് കോഹ്ലിക്ക് ശേഷം 4-ാം നമ്പറിൽ ശ്രേയസ് അയ്യർ കളിക്കാൻ സാധ്യത കൂടുതലാണ്. മധ്യനിരയിലെ മറ്റുള്ളവർ KL രാഹുലും ഋഷഭ് പന്തുമായിരിക്കും. ടീമിലെ വിക്കറ്റ് കീപ്പർമാരും ഇവർ തന്നെയാകും. മലയാളി താരം സഞ്ജു സാംസണ് ഇവരുടെ സ്ഥാനം ലഭിക്കാനും ഇടയില്ല. ഇപ്പോൾ നടക്കുന്ന വിജയ് ഹസാരെ ട്രോഫിയിൽ നിന്നും പിന്മാറിയതും ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയിൽ അദ്ദേഹം തഴയപ്പെടാൻ വഴിയൊരുക്കും. എന്നാൽ ഇംഗ്ലണ്ടുമായുള്ള 5 മത്സരങ്ങളുടെ T20 പരമ്പരയിൽ സഞ്ജുവിനെ ഉറപ്പായും നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യൻ ടീം അവസാനമായി കളിച്ച 2 T20 പരമ്പരകളിലും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറും ഓപ്പണറുമായിരുന്നു അദ്ദേഹം. ബംഗ്ലാദേശ്, സൗത്ത് ആഫ്രിക്ക എന്നിവർക്കെതിരായ പരമ്പരകളിൽ 3 സെഞ്ചുറികൾ കുറിക്കാനും സഞ്ജുവിന് സാധിച്ചിരുന്നു. ഇത് ഇംഗ്ലണ്ടിനെതിരെയും അദ്ദേഹത്തിന്റെ ടീമിലേക്ക് വഴി തുറക്കും. സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ മടങ്ങിയെത്തുമെന്നതാണ് ഇന്ത്യൻ ഏകദിന ടീമിലെ മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം. കുറച്ചു കാലമായി അദ്ദേഹത്തെ ഇന്ത്യൻ കുപ്പായത്തിൽ കണ്ടിട്ടില്ല. എന്നാൽ ഇംഗ്ലണ്ടിനെതിരെ ഈ കാത്തിരിപ്പ് അവസാനിക്കുന്നതായിരിക്കും. യുവതാരം നിതീഷ് റെഡ്ഡിയാകും ഇന്ത്യൻ ടീമിലെ മറ്റൊരു സീം ഓൾറൗണ്ടർ. സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടർമാരായി ടീമിലുണ്ടാവുക രവീന്ദ്ര ജഡേജയും വാഷിംഗ്ടൺ സുന്ദറുമായിരിക്കും. കൂടാതെ അക്ഷർ പട്ടേലും ടീമിലുണ്ടാകും. തിരക്കേറിയ ഷെഡ്യൂൾ പരിഗണിച്ച് സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയ്ക്ക് ഏകദിന പരമ്പരയിൽ ഇന്ത്യ വിശ്രമം നൽകാൻ സാധ്യത കൂടുതലാണ്. ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് അദ്ദേഹത്തെ പൂർണ്ണമായും ഫിറ്റാക്കി തയ്യാറാക്കി നിർത്താനായിരിക്കും ഇന്ത്യയുടെ പ്ലാൻ. എന്നാൽ പരിക്കേറ്റ് കുറച്ചു കാലമായി പുറത്തിരിക്കുന്ന മുഹമ്മദ് ഷമി ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയിലൂടെ തിരിച്ചുവരവ് നടത്തിയേക്കും. ഹർഷ്ദീപ് സിംഗ്, മുഹമ്മദ് സിറാജ്, ഹർഷിത് റാണ എന്നിവരായിരിക്കും ഇന്ത്യൻ ടീമിലെ മറ്റ് ഫാസ്റ്റ് ബോളർമാർ. സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി കുൽദീപ് യാദവും ടീമിൽ ഉണ്ടാകും.